നമ്മൾ പോകാൻ പോണത് സിമെട്രിക് മെട്രിക്സ് അതുപോലെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് അതൊക്കെ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് അടുത്തത് പോകാൻ പോണത്. ഒരു മെട്രിക്സിനെ എപ്പോഴാണ് സിമെട്രിക് മെട്രിക്സ് എന്ന് വിളിക്കുക? നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ ആദ്യം ഒന്ന് നോക്കാം. എ സ്ക്വയർ മെട്രിക്സ് എ ഈക്വൽ ടു മെട്രിക്സ് എ ഐ ജെ ഈസ് സെഡ് ടു ബി സിമെട്രിക് ഇഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. ഇതാണ് സിമെട്രിക് മെട്രിക്സിൻ്റെ ഡെഫിനിഷൻ. അതായത് എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സിനെ, ശ്രദ്ധിക്കുക, സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും ഒക്കെ പറയണമെങ്കിൽ സ്ക്വയർ മെട്രിക്സുകൾക്ക് മാത്രമേ പറയൂ. അതായത് നമ്മുടെ സാധാരണ മെട്രിക്സുകളെ കുറിച്ചുള്ള പഠനം നമ്മുടെ ഈ ചാപ്റ്ററിൽ ഇപ്പോൾ ഇവിടെ നിന്നു. ഇനി നമ്മൾ അതിലെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്ക്വയർ മെട്രിക്സിനെ കുറിച്ചാണ് ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോണത്. അപ്പോൾ ഇത്തരത്തിൽ സ്ക്വയർ മെട്രിക്സുകളിൽ എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എ തന്നെയാണ് ഉത്തരം കിട്ടുന്നത് എങ്കിൽ അതിനെ നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് വിളിക്കും. അപ്പോൾ എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക, അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തപ്പോഴും എ തന്നെ ഉത്തരം കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ മെട്രിക്സിനെ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. ഞാനൊരു എക്സാമ്പിൾ ഉണ്ട്, ഇത് നോക്കിയേ. ഇവിടെ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നേക്കണം. √3 1 2 1 0 5 2 5 1. ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എഴുതിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ റോയിൽ കിടക്കണതിനെ കോളാക്കി എഴുതും. അപ്പോൾ √3 1 2 എന്നുള്ളത് ഫസ്റ്റ് കോളമായിട്ട് വരും. അതുപോലെ 1 0 5 എന്നുള്ളത് സെക്കൻഡ് കോളായിട്ട് വരും. 2 5 1 എന്നുള്ളത് തേർഡ് കോളായിട്ട് വരും. എന്ന് വെച്ചാൽ ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മെട്രിക്സ് തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് നമുക്ക് പറയാം ഇറ്റ് ഈസ് എ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ ഇത്തരത്തിൽ സിമെട്രിക് മെട്രിക്സുകളെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡയഗണൽ എൻട്രീസ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഇവിടെ ഈ കിടക്കുന്ന ഇത് കണ്ടോ, ഈ കിടക്കുന്ന നമ്പറും ഇതും എല്ലായ്പ്പോഴും സെയിം ആയിരിക്കും സിമെട്രിക് മെട്രിക്സിൻ്റെ. ഇതുപോലെ ഈ കിടക്കുന്നതും എല്ലായ്പ്പോഴും സെയിം ആയിരിക്കും. പിന്നെ ഇതും ഇവരും എല്ലായ്പ്പോഴും സെയിം ആയിരിക്കും. ഇതാണ് നമുക്ക് സിമെട്രിക് മെട്രിക്സ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഐഡിയ. ഡയഗണൽ എൻട്രീസ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ വിഷയമല്ല. നമുക്ക് ഈ പറയുന്ന എലമെൻറ്റ്സ്, അതായത് A12 A21 A13 A31 അതുപോലെ A23 A32 അവർ പരസ്പരം ഈക്വൽ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത്തരം മെട്രിക്സുകൾ നമുക്ക് സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും കണ്ടുപിടിക്കാം. ഇപ്പോൾ വേണമെങ്കിൽ 2x2 ഓർഡറുള്ള ഒരു സിമെട്രിക് മെട്രിക്സ് ഞാനിവിടെ എഴുതി കാണിക്കാം. ഇപ്പോൾ B എന്ന് പറയുന്ന ഒരു 2x2 ഓർഡറുള്ള സിമെട്രിക് മെട്രിക്സ് അത് എഴുതുമ്പോഴും ഡയഗണൽ എൻട്രീസ് നമ്മുടെ ഇഷ്ടത്തിന് എഴുതുക. അപ്പോൾ ഇവിടെ ഞാൻ ഡയഗണൽ എലമെൻറ്റ്സ് ആയിട്ട് 1 2 എന്ന് കൊടുത്തു. ഇനി ഇവിടെ ഇപ്പോൾ നമ്മൾ 3 എഴുതിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെയും 3 തന്നെ വരണം. അങ്ങനെയാണെങ്കിലാണ് ഈ മെട്രിക്സ് സിമെട്രിക് ആവുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഉത്തരം തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് സിമെട്രിക് മെട്രിക്സുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത സ്പെഷ്യൽ ടൈപ്പിനെ നമ്മൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ സിമെട്രിക് ഓൾറെഡി കണ്ടു, ഇനി അടുത്തത് കാണാൻ പോണത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കയ്യിൽ എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിനെ സ്ക്യൂ സിമെട്രിക് എന്ന് പറയണമെങ്കിൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു -a ആയിരിക്കണം. അപ്പോൾ ഒരു മെട്രിക്സ് എടുത്ത് അതിൻ്റെ ട്രാൻസ്പോസ് കാണുമ്പോൾ നമ്മൾ ആദ്യം എടുത്ത മെട്രിക്സിൻ്റെ നെഗറ്റീവ് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആ മെട്രിക്സിനെ സ്ക്യൂ സിമെട്രിക് എന്ന് പറയും. ഞാൻ അതിനൊരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്, നോക്കുക. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നേക്കും. 0 1 2 -1 0 -3 -2 3 0. അപ്പോൾ ഞാനിതിൻ്റെ ട്രാൻസ്പോസ് എഴുതിയെന്ന് വിചാരിക്കുക. ട്രാൻസ്പോസ് എഴുതുമ്പോൾ ഫസ്റ്റ് കോളത്തിനെ അല്ലെങ്കിൽ ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളത്തിലാക്കി എഴുതി. അപ്പോൾ 0 1 2. സെക്കൻഡ് റോനെ സെക്കൻഡ് കോളത്തിലാക്കി എഴുതി. -1 0 -3. തേർഡ് റോനെ തേർഡ് കോളാക്കി എഴുതി. ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഈ എയും എ ട്രാൻസ്പോസും ഒന്ന് കമ്പയർ ചെയ്തേ. 0 0 തന്നെ. ഇവിടെ 1 വന്നു, ഇവിടെയാണെങ്കിൽ -1. ഇവിടെ 2 വന്നു, ഇവിടെയാണെങ്കിൽ -2. ഇവിടെ -1 വന്നു, ഇവിടെ വെറും 1. ഇവിടെ -3, ഇവിടെ 3. ഇത് -2 ആണെങ്കിൽ ഇവിടെ 2, 3 വരുമ്പോൾ ഇവിടെ -3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്
നെഗറ്റീവ് ഓഫ് എ ആണ്. എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ ആണ്. അപ്പോൾ നമുക്ക് ഈ എഴുതിയിരിക്കുന്ന മെട്രിക്സിനെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇത് എഴുതുമ്പോഴും ഐഡിയ ഉണ്ട്. നമുക്കൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എഴുതാൻ പറഞ്ഞാൽ ഞാൻ ഒരു 2x2 വെച്ച് ഐഡിയ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എഴുതാൻ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ക്യൂ സിമെട്രിക് ആണോ ഡയഗണൽ എൻട്രീസ് 0 ആയിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 2x2 ഓർഡറുള്ള സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എഴുതാൻ പോകുമ്പോൾ ഡയഗണൽ എൻട്രീസ് 0 ആക്കുക. ഇനി ഇവിടെ കിടക്കുന്ന എലമെൻറ്റ് ഇവിടെ നമുക്കൊരു 1 ആണ് കിടക്കണമെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ അതിൻ്റെ നെഗറ്റീവ് കിടക്കണം. ഇത്തരത്തിലുള്ള മെട്രിക്സുകൾ മാത്രമേ സ്ക്യൂ സിമെട്രിക് ആവുള്ളൂ. ഇതാണ് അത് നോക്കാനുള്ള എളുപ്പ വഴി. ഡയഗണൽ എൻട്രീസ് എപ്പോഴും 0 ആയിരിക്കണം. ബാക്കിയുള്ളത് ഇവിടെ എന്ത് കിടക്കണോ അതിൻ്റെ നെഗറ്റീവ്. ഇപ്പോൾ A12 വെറും K ആണെങ്കിൽ A21 മൈനസ് K ആയിരിക്കണം. ആ രൂപത്തിൽ. ഇതാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ സവിശേഷത. ഇനി നമുക്ക് ഈ പറഞ്ഞ സിമെട്രിക്കിനെ സ്ക്യൂ സിമെട്രിക്കിനെയും റിലേറ്റ് ചെയ്തിട്ടുള്ള 2 തിയറംസ് ആണ് അടുത്ത് നോക്കാനുള്ളത്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറം, ഇപ്പോൾ നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിലും അല്ലെങ്കിൽ മെട്രിക്സിനെ കുറിച്ച് പഠിക്കുമ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറം തന്നെയാണ്. അപ്പോൾ തിയറത്തിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫോർ എനി സ്ക്വയർ മെട്രിക്സ് എ വിത്ത് റിയൽ എൻട്രീസ്, റിയൽ നമ്പേഴ്സ് എലമെൻറ്റ്സ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നതും ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അതുപോലെ എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ തിയറം എങ്ങനെയാണ്, എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക, അതിൽ റിയൽ നമ്പേഴ്സ് ആണ് അതിലെ എലമെൻറ്റ്സ് എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. നമുക്ക് ഇതൊരു തിയറമാണ്. അപ്പോൾ തിയറം നമുക്ക് നേരെ വിശ്വസിക്കാൻ പറ്റില്ല. നമുക്കതൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് രസകരമായൊരു പരിപാടിയാണ്. ഇതും എക്സാമിലൊക്കെ നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഇതിൻ്റെ പ്രൂഫ് എഴുതാനായിട്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൂഫ് തന്നെ, രസകരമായിട്ടുള്ള ഒരു പ്രൂഫാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൂഫിലേക്കൊന്ന് വരാം. അപ്പോൾ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ, നമുക്ക് എന്താണ് തെളിയിക്കേണ്ടതെന്നുള്ള ഐഡിയ ഉണ്ടാക്കി വെക്കുക. നമുക്ക് വേണ്ടത് എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആണെന്ന് തെളിയിക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം എ പ്ലസ് എ ട്രാൻസ്പോസിനെ നമ്മളൊരു പേരിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് പി എന്ന് പറയുന്ന നെയിമാണ്. അപ്പോൾ എ പ്ലസ് എ ട്രാൻസ്പോസിനെ പി എന്ന് വിളിക്കുക. എ പ്ലസ് എ ട്രാൻസ്പോസിനെ പി എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് ഈ പി സിമെട്രിക് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു മെട്രിക്സ് സിമെട്രിക് ആണെങ്കിൽ ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ അത് തന്നെ ഉത്തരമായിട്ട് കിട്ടണം. അപ്പോൾ ഈ പി എന്ന് പറയുന്ന മെട്രിക്സ് സിമെട്രിക് ആവണമെങ്കിൽ പി ട്രാൻസ്പോസ് എടുത്താൽ പി എന്ന് തന്നെ ആൻസർ കിട്ടണം. നമുക്ക് പി ട്രാൻസ്പോസ് ഒന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ പി ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ പി എന്ന് വെച്ചാൽ എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ്, അതിൻ്റെ ഓൾ ട്രാൻസ്പോസ്. ഇനി നമുക്കൊരു ഐഡിയ ഉള്ളത്, നമ്മൾ ഓൾറെഡി ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്, എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ഫോമിലാണ്. സോ ഇതിന് നമുക്ക് എ ട്രാൻസ്പോസ് പ്ലസ് ഈ കിടക്കുന്ന ആളുടെ ട്രാൻസ്പോസ് ഇങ്ങനെ എഴുതാം. വേണമെങ്കിൽ നമുക്ക് ബ്രാക്കറ്റിൽ പറയാം, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി 2, അതായത് എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് എന്ന് നമ്മൾ പഠിച്ചു. ആ പ്രോപ്പർട്ടി ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു അസംഷനിലേക്ക് എത്തി. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റാം. നെക്സ്റ്റ് സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പിൽ എ ട്രാൻസ്പോസ് ഞാൻ അങ്ങനെ തന്നെ എഴുതി, അതിൽ മാറ്റമൊന്നുമില്ല. പ്ലസ് ഇതാരാന്ന് നോക്കി, നമ്മൾ ഫസ്റ്റ് പ്രോപ്പർട്ടി ഒന്ന് ഓർത്തെടുക്കുക. എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എ തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി. സോ ഇതിന് പകരം നമുക്ക് എ എന്ന് എഴുതാം. ഫ്രം പ്രോപ്പർട്ടി 1, ഫ്രം പ്രോപ്പർട്ടി 1 എന്ന് പറയാം. അതായത് ആദ്യം പഠിച്ച പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. അതിനെ ബേസ് ചെയ്ത് ഇവിടുന്ന് ഈ ഒരു അസംഷനിലേക്ക് എത്തി. ഇനി നമ്മുടെ മെട്രിക്സ് അഡീഷൻ എന്ന് പറയുന്നത് ഓൾവേസ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. നമ്മൾ അഡീഷൻ്റെ
പ്രോപ്പർട്ടീസ് പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ എ ട്രാൻസ്പോസ് പ്ലസ് എ എന്ന് പറയുന്നതും എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നതും സെയിം ആണ്. ഇനി നിങ്ങൾ നോക്കിയേ, ആരാണ് ഈ എ പ്ലസ് എ ട്രാൻസ്പോസ്? തുടക്കത്തിലെടുത്ത പി തന്നെയാണ്. അപ്പം നമുക്ക് പി ട്രാൻസ്പോസ് ഈക്വൽ ടു പി എന്ന് കിട്ടി. അപ്പോൾ നോക്കി, എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണെങ്കിൽ എ ഈസ് എ സിമെട്രിക് മെട്രിക്സ്, പി ട്രാൻസ്പോസ് ഈക്വൽ ടു പി ആണെങ്കിൽ പി ഈസ് എ സിമെട്രിക് മെട്രിക്സ്. നമുക്ക് പറയാം therefore പി ഈസ് എ സിമെട്രിക് മെട്രിക്സ്. പി ഈസ് എ സിമെട്രിക് മെട്രിക്സ്. പി എന്ന് പറഞ്ഞാൽ ആരാ? പി എന്ന് പറഞ്ഞാൽ എ പ്ലസ് എ ട്രാൻസ്പോസ്. നമ്മുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ പ്രൂഫ് കഴിഞ്ഞു. അതായത് ഏത് സ്ക്വയർ മെട്രിക്സ് എ എടുത്താലും എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആയിരിക്കും. ഫസ്റ്റ് പാർട്ടിൻ്റെ പ്രൂഫ് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ സെക്കൻഡ് പാർട്ട് കൂടി ഇതുപോലെ തന്നെ പ്രൂവ് ചെയ്യാം. ഇനി സെക്കൻഡ് പാർട്ടിൽ പ്രൂവ് ചെയ്യാനുള്ളത് എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് ആണെന്ന് തെളിയിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ ഐഡിയ, ഈ എ മൈനസ് എ ട്രാൻസ്പോസിനെ ക്യൂ എന്ന് വിളിക്കുക. അപ്പോൾ ലെറ്റ് ക്യൂ ഈക്വൽ ടു എ മൈനസ് എ ട്രാൻസ്പോസ്. എ മൈനസ് എ ട്രാൻസ്പോസിനെ ക്യൂ എന്ന് വിളിക്കുക. ഇനി നമുക്ക് ഈ ക്യൂ സ്ക്യൂ സിമെട്രിക് ആണെന്ന് തെളിയിക്കാം. അപ്പോൾ അതിനുള്ള ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഒരു മെട്രിക്സ് സ്ക്യൂ സിമെട്രിക് ആവണമെങ്കിൽ അയാളുടെ ട്രാൻസ്പോസ് എടുക്കുക. ക്യൂ ട്രാൻസ്പോസ് ഈക്വൽ ടു ഇവിടെ എ മൈനസ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ്. ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എ പ്ലസ് ബി ഓൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. സെയിം ഐഡിയ. ഇവിടെ എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലത്തിൽ അത് എ പ്ലസ് മൈനസ് എ ട്രാൻസ്പോസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇതിന് നമുക്ക് നേരെ നമ്മൾ പഠിച്ച പ്രോപ്പർട്ടി 2 ഉപയോഗിച്ച് എ ട്രാൻസ്പോസ് മൈനസ് എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് എന്ന് പറയാം. ഓക്കെ, ബേസ്ഡ് ഓൺ ഫ്രം ഏത് ലോയാണ്? ഫ്രം എ പ്ലസ് ബി ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. ഇങ്ങനെ പഠിച്ച അതേ ഐഡിയ ഉപയോഗിച്ച് നമുക്ക് ഇത് പറയാം. ദെൻ അടുത്ത സ്റ്റെപ്പിൽ ഈ എ ട്രാൻസ്പോസ് അങ്ങനെ തന്നെ കിടന്നോട്ടെ, അതിനെ നമുക്കൊന്നും മാറ്റണ്ട, മൈനസ് ഇയാളെ മാറ്റുക. നമ്മുടെ പ്രോപ്പർട്ടി 1 എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ. ഇങ്ങനെ കിട്ടി. നമ്മൾ അടുത്തത് ചെയ്യാൻ പോണത് ജസ്റ്റ് ഇതിൽ നിന്നൊരു മൈനസ് ഔട്ട് സൈഡ് എടുത്തു എന്ന് വിചാരിക്കുക. ഇതിൽ നിന്നൊരു മൈനസ് ഔട്ട് സൈഡ് എടുത്തു എന്ന് വെക്കുക. അപ്പോൾ നമ്മളൊരു മൈനസ് ഔട്ട് സൈഡ് എടുക്കുകയാണ്. അല്ലെങ്കിൽ ഒരു ഇപ്പോൾ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചിഹ്നം പോസിറ്റീവാണ്, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ സൈൻ ഒന്നും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ആണെന്നർത്ഥം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, 2 നെഗറ്റീവ് ചേരുമ്പോഴാണ് പോസിറ്റീവ് ആവുക. അപ്പോൾ ഇവിടെ സത്യത്തിൽ 2 മൈനസ് മറിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു മൈനസ് ഞാൻ ഔട്ട് സൈഡ് എടുത്താൽ ഇവിടെ എനിക്ക് മൈനസ് എ ട്രാൻസ്പോസ് എന്ന് വരും. അതുപോലെ ഈ മൈനസ് ഔട്ട് സൈഡ് എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്ലസ്. ഇനി നമുക്ക് ഈ മൈനസ് ചിഹ്നം അവിടെ തന്നെ വെച്ചു. ഇതിനെ മെട്രിക്സ് അഡീഷൻ ഓൾവേസ് കമ്മ്യൂട്ടേറ്റീവ്. സോ ഈ എഴുതിയേക്കുന്നതിനെ തിരിച്ചെഴുതാം. എ പ്ലസ് ബി എന്ന് പറഞ്ഞാലും ബി പ്ലസ് എ എന്ന് പറഞ്ഞാലും സെയിം ആണ്. സോ ഈ കിടക്കുന്നതിനെ തിരിച്ചെഴുതി. അപ്പോൾ എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് എഴുതി. നിങ്ങൾ നോക്കിയേ, എ മൈനസ് എ ട്രാൻസ്പോസ് ആരാ? നമ്മുടെ തുടക്കത്തിലെടുത്ത ക്യൂ ആണ്. അപ്പോൾ സോ ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ക്യൂ. നമ്മൾ ക്യൂ ട്രാൻസ്പോസ് എടുത്തപ്പോൾ മൈനസ് ക്യൂ എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എ ട്രാൻസ്പോസ് എടുത്താൽ മൈനസ് എ ആണെങ്കിൽ എ ഈസ് ക്യൂ സിമെട്രിക്. അതുപോലെ ക്യൂ ട്രാൻസ്പോസ് എടുത്തപ്പോൾ മൈനസ് ക്യൂ കിട്ടി. അപ്പോൾ നമുക്ക് പറയാം therefore ക്യൂ ഈസ് സ്ക്യൂ സിമെട്രിക്. ആരായി ക്യൂ? എ മൈനസ് എ ട്രാൻസ്പോസ്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നതും സ്ക്യൂ സിമെട്രിക് ആണ്. അടുത്തത് തിയറം 2. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഒരു തിയറം, ആദ്യം പഠിച്ച തിയറത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ്. ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം. ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം 4 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ തിയറം എന്താണെന്നൊന്ന് കാണാം. എനി സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദി സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഏതൊരു സ്ക്വയർ മെട്രിക്സ് തന്നാലും
അതിനെ നമുക്ക് ഒരു സിമ്മട്രിക് മെട്രിക്സിൻ്റെയും ഒരു സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് എഴുതാം. അതായത് ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് എന്ന് വിചാരിക്കുക. ഇതിനെ നമുക്ക് ഇത്തരത്തിൽ ഒരു മെട്രിക്സ് പ്ലസ് വേറെ മെട്രിക്സ് എന്ന രൂപത്തിൽ എഴുതാം. അതായത് ഇപ്പോൾ സിമ്പിൾ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നാൽ അതിന് നമുക്ക് പി പ്ലസ് ക്യൂ എന്ന് എഴുതാം. ഇതിൽ പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിമെട്രിക് മെട്രിക്സ് ആൻഡ് ക്യൂ എന്ന് പറയുന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഇതാണ് നമ്മുടെ തിയറം പറയണത്. അപ്പോൾ ഇവർ പറയണതനുസരിച്ച് നമുക്കിത് എഴുതാൻ പറ്റുക. ഇപ്പോൾ എ എന്ന് പറയുന്ന സ്ക്വയർ മെട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിനെ ഈ രൂപത്തിലാണ് നമുക്ക് ഒരു സിമെട്രിക്കിൻ്റെയും സ്ക്യൂ സിമെട്രിക്കിൻ്റെയും സമ്മായിട്ട് എഴുതാൻ പറ്റും. നമ്മൾ ഓൾറെഡി തിയറം 1 പഠിച്ചു, ഈ കിടക്കുന്ന ആൾ സിമെട്രിക് ആയിരിക്കും. അപ്പോൾ ഒരു മെട്രിക്സ് സിമെട്രിക് ആണെങ്കിൽ അതിനെ ഏതെങ്കിലും സ്കെയിലാർ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന മെട്രിക്സും സിമെട്രിക് ആവും. അപ്പോൾ ഇത് സിമെട്രിക് ആണെന്ന് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ 1/2 ഇൻറ്റു സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നതും എഗെയിൻ സിമെട്രിക് ആയിരിക്കും. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന ആൾ ക്ലിയർലി ഇറ്റ് ഈസ് എ സിമെട്രിക് മെട്രിക്സ്. ഇതേപോലെ തന്നെ എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ 1/2 ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസും സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. അപ്പോൾ ഇത് സിമെട്രിക് ആണെന്ന് ഉറപ്പായി, ഇത് സ്ക്യൂ സിമെട്രിക് ആണെന്ന് ഉറപ്പായി. ഇനി നമുക്ക് നോക്കേണ്ടത് ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എ കിട്ടുമോ എന്ന് അറിയണം. അപ്പോൾ അത് സിമ്പിളാണ്, സാധാരണ നമുക്ക് ഈസി ആയിട്ട് നോക്കാം. ഈ 1/2 കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തൊന്ന് വയ്ക്കുക. ഇത് 1/2 എ പ്ലസ് 1/2 എ ഡാഷ്, ഇവിടെ 1/2 എ മൈനസ് 1/2 എ ഡാഷ്. ഇപ്പോൾ ഇവിടെയുള്ള പ്ലസ് 1/2 എ ഡാഷും മൈനസ് 1/2 എ ഡാഷും കട്ട് ചെയ്ത് പോയി. ബാക്കിയുള്ളത് 1/2 എ പ്ലസ് 1/2 എ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1a. അപ്പോൾ ക്ലിയർലി ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എയും കിട്ടും. ഇത് സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കുമാണ്. സോ നമുക്ക് കൺഫേം ആയിട്ട് ഉറപ്പിച്ച് പറയാം, ഏത് സ്ക്വയർ മെട്രിക്സ് തന്നോട്ടെ അതിനെ നമുക്ക് ഒരു സിമെട്രിക്കിൻ്റെയും ഒരു സ്ക്യൂ സിമെട്രിക്കിൻ്റെയും സമ്മായിട്ട് എഴുതാം. അപ്പോൾ അതിലെ സിമെട്രിക് മെട്രിക്സ് കാണാനുള്ള ഐഡിയ ഇതാണ്. എ പ്ലസ് എ ട്രാൻസ്പോസ് ചെയ്യുക, 1/2 കൊണ്ട് ഗുണിക്കുക. സ്ക്യൂ സിമെട്രിക് കാണാൻ എ മൈനസ് എ ട്രാൻസ്പോസ് ചെയ്യുക, 1/2 കൊണ്ട് ഗുണിക്കുക. നമുക്ക് അടുത്തത് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ കാണാം. അപ്പോൾ കാര്യം ക്ലിയർ ആയിക്കോളും. നമ്മളിപ്പോൾ ലാസ്റ്റ് കണ്ട തിയറത്തിൻ്റെ ഒരു അപ്ലിക്കേഷൻ, ഒരു ഡയറക്റ്റ് ഒരു പ്രോബ്ലം, ആ തിയറം വെരിഫൈ ചെയ്യാനുള്ള ഒരു പ്രോബ്ലം കാണാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ ബി എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് തന്നേക്കണം. ഏതോ ഒരു സ്ക്വയർ മെട്രിക്സ് ബി എന്ന് പറയുന്ന, ഇവിടെ ഇപ്പോൾ ഒരു 3/3 ഓർഡറുള്ള സ്ക്വയർ മെട്രിക്സ് ആണ് തന്നേക്കുന്നത്. ഒരു സ്ക്വയർ മെട്രിക്സ് നമുക്ക് ജസ്റ്റ് തന്നേക്കണം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ സ്ക്വയർ മെട്രിക്സിനെ ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് എഴുതണം. അതായത് ഈ തന്നിരിക്കുന്ന എ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞ് നമുക്ക് തന്നിരിക്കുന്ന ഈ മെട്രിക്സിനെ ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെയും അതുപോലെ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് എഴുതണം. ഈ എ എന്ന് പറയുന്ന മെട്രിക്സിനെ ഇങ്ങനെ പി പ്ലസ് ക്യൂ എന്ന ഫോമിൽ എഴുതണം. ഇതിൽ പി എന്ന് പറയുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കണം, ക്യൂ എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കണം. അപ്പോൾ അതിനുള്ള ഐഡിയ ആണ് നമ്മൾ ആ തിയറത്തിൽ ഓൾറെഡി കണ്ടത്. അപ്പോൾ നമുക്കിവിടെ പി എന്ന് പറഞ്ഞ സിമെട്രിക് മെട്രിക്സ് കിട്ടാൻ ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് എടുത്താൽ മതിയാവും. അതുപോലെ നമുക്ക് വേണ്ട ക്യൂ എന്ന് പറയുന്ന സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് കിട്ടാൻ നമുക്ക് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് എടുത്താൽ മതിയാവും. എ മൈനസ് എ ട്രാൻസ്പോസ് എടുത്താൽ മതിയാവും. അപ്പോൾ ഈ പിയും ഈ ക്യൂവും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബി എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടും. പിന്നെ നമ്മുടെ ലക്ഷ്യം ഇത്രേ ഉള്ളൂ, ഇതും കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഞാൻ പി കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് പി കാണാനായിട്ട് പോണ കാരണം ജസ്റ്റ് പി എന്നൊരു സബ് ഹെഡിങ് കൊടുത്തു. അപ്പോൾ ഇവിടെ ബി ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എ വേണ്ട, ബി എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഇവിടെ നമ്മുടെ മെട്രിക്സ് ബി ആണല്ലോ. സോ ഹാഫ് ഇൻറ്റു ബി പ്ലസ് ബി ട്രാൻസ്പോസ് കേട്ടോ. അപ്പോൾ എക്ക് പകരം നമ്മൾ പഠിച്ച തിയറത്തിൽ എ വെച്ചായിരുന്നു എഴുതിയത്. ഇവിടെ നമ്മുടെ മെട്രിക്സിനെ ബി എന്ന് പേരിട്ടേക്കണ കാരണം നമുക്ക് ഫുള്ള് ബിയുടെ ടേംസിൽ എഴുതാം. ഓക്കെ, നമുക്ക് ആദ്യം ബി എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ബി ട്രാൻസ്പോസ് എഴുതും. ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളാക്കി എഴുതുക. സോ 2 - 2 4. സെക്കൻഡ് റോനെ സെക്കൻഡ് കോളായിട്ട് എഴുതുക.
-1 3 4. തേർഡ് റോനെ തേർഡ് കോളാക്കി എഴുതുക. ഇങ്ങനെ നമുക്ക് ബി ട്രാൻസ്പോസ് എഴുതാൻ കിട്ടി. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ബി പ്ലസ് ബി ട്രാൻസ്പോസ് ചെയ്യാം. അപ്പോൾ ബി പ്ലസ് ബി ട്രാൻസ്പോസ് ചെയ്യാം. ബി പ്ലസ് ബി ട്രാൻസ്പോസ്, നമുക്ക് ബിയും അറിയാം ബി ട്രാൻസ്പോസും അറിയാം. സോ നമ്മളത് രണ്ടും കൂടി ആഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ ബി തന്നിട്ടുണ്ട്, ഇത് ബി ട്രാൻസ്പോസ്, തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ നോക്കിയാൽ ഫസ്റ്റ് എലമെൻറ്റ് 2ഉം 2 ആഡ് ചെയ്തു, നമുക്ക് 4 എന്ന് കിട്ടി. സെക്കൻഡ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുക. അവിടെ -2, ഇവിടെ -1. -2 -1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -3. അതുപോലെ ഇവിടെ 4 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. 4ഉം 1ഉം ആഡ് ചെയ്താൽ 5. ദെൻ -1 -2 ആഡ് ചെയ്തു, -3. 3ഉം 3ഉം ആഡ് ചെയ്തു 6. 4ഉം -2 ആഡ് ചെയ്തു 2. 1ഉം 4ഉം ആഡ് ചെയ്തു 5. 4ഉം -2 ആഡ് ചെയ്തു 2. -3ഉം -3 ആഡ് ചെയ്തു -6. ഇത്തരത്തിൽ നമുക്ക് ബി പ്ലസ് ബി ട്രാൻസ്പോസ് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമുക്ക് ഹാഫ് ഇൻറ്റു ബി പ്ലസ് ബി ട്രാൻസ്പോസ് കിട്ടണം. അതായത് ഹാഫ് ഇൻറ്റു ബി പ്ലസ് ബി ട്രാൻസ്പോസ് വേണം. അപ്പോൾ ഹാഫ് ഇൻറ്റു ബി പ്ലസ് ബി ട്രാൻസ്പോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് എഴുതി ഇൻറ്റു ബി പ്ലസ് ബി ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന മെട്രിക്സ് ഇതേ ബി പ്ലസ് ബി ട്രാൻസ്പോസ് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ 4 -3 5 ഇതാണ് നമ്മുടെ ബി പ്ലസ് ബി ട്രാൻസ്പോസിൻ്റെ ഫസ്റ്റ് റോ. സെക്കൻഡ് റോയിൽ -3 6 2 -3 6 2. തേർഡ് റോയിൽ 5 2 -6. ഇപ്പോൾ ഈ മെട്രിക്സിന് ഇനി ഹാഫ് കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ ഓരോ ടേമിനെയും ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഹാഫ് ഇൻറ്റു 4 2 ആണ്. -3 ഇൻറ്റു ഹാഫ് എന്ന് പറഞ്ഞാൽ -3/2. 5 ഇൻറ്റു ഹാഫ് 5/2. ഇവിടെ -3/2. ഹാഫ് ഇൻറ്റു 6 പറഞ്ഞാൽ വെറും 3. ഹാഫ് ഇൻറ്റു 2 1. ഹാഫ് ഇൻറ്റു 5 5/2. ഹാഫ് ഇൻറ്റു 2 1 ആണ്. ഹാഫ് ഇൻറ്റു -6 -3. ഇത്തരത്തിൽ ഹാഫ് ഇൻറ്റു ബി പ്ലസ് ബി ട്രാൻസ്പോസ് കിട്ടി. നോക്കിയേ, ഇതിലെ ഈ എലമെൻറ്റ് ഇത് -3/2, ഇവിടെയും -3/2. അതുപോലെ ഇത് 5/2, ഇവിടെയും 5/2. ഇത് 1, ഇതും 1. സോ ഈ എഴുതിയിരിക്കുന്ന മെട്രിക്സ് സിമെട്രിക് ആണ്. സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതി നോക്കുക. ഇത് തന്നെയാണ് ഉത്തരമായിട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിലെ സിമെട്രിക് മെട്രിക്സ് ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് പറ്റി. ഇനി ഇതേപോലെ തന്നെ അടുത്തത് നമ്മൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ള പി എന്ന് പറയുന്ന മെട്രിക്സ്. ഇത് നമ്മൾ കണ്ടെത്തി. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ക്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ക്യൂ കണ്ടുപിടിക്കാനായിട്ട് നോക്കുക. ഇതാണ് ക്യൂ, ഹാഫ് ഇൻറ്റു ബി മൈനസ് ബി ട്രാൻസ്പോസ്. അപ്പോൾ അതിൽ നമുക്ക് ഓൾറെഡി ബി തന്നിട്ടുണ്ട്, ബി ട്രാൻസ്പോസ് അറിയാം. ഇനി നമ്മൾ നേരെ ബി മൈനസ് ബി ട്രാൻസ്പോസ് എടുക്കുക. അപ്പോൾ ബി മൈനസ് ബി ട്രാൻസ്പോസ് എടുക്കുകയാണെങ്കിൽ ബി മൈനസ് ബി ട്രാൻസ്പോസ്, ബി അറിയാം ബി ട്രാൻസ്പോസ് അറിയാം. ഇനി നമുക്ക് അവരെ തമ്മിൽ മൈനസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബി, ഇതാണ് ബി ട്രാൻസ്പോസ്. മൈനസ് ചെയ്ത് നോക്കുക. 2 - 2 0. അതുപോലെ -2 -1. സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. അവിടെ -2 -1. അപ്പോൾ 2 മൈനസ് അടുത്ത് വന്നാൽ അത് പ്ലസ് ആവുമെന്ന് നമുക്കറിയാം. -2 + 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ -1. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചെയ്ത് നോക്കുക, അല്ലാതെ തെറ്റിക്കരുത്. അപ്പോൾ ഇവിടെ -2ഉം -1 കൂടെ കുറയ്ക്കുമ്പോൾ -1 എന്ന് കിട്ടി. ഇതുപോലെ 4 - 1 3 എന്ന് കിട്ടി. -1 -2 ഇതുപോലെ വേണമെങ്കിൽ വെരിഫൈ ചെയ്ത് നോക്കാം. 1 എന്ന് കിട്ടി. 3 - 3 0. അതുപോലെ 4 - -2 6. ഇവിടെ 1 -4 -3. അതുപോലെ -2 -4 എന്ന് വെച്ച് കഴിഞ്ഞാൽ -6. -3ഉം -3ഉം കുറച്ചാൽ 0.
ഇങ്ങനെയാണ് ബി മൈനസ് ബി ട്രാൻസ്പോസ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഇവിടുത്തെ ക്യൂ എടുത്ത് എഴുതണം. ക്യൂ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബി മൈനസ് ബി ട്രാൻസ്പോസ്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ക്യൂ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി മൈനസ് ബി ട്രാൻസ്പോസ് വരയ്ക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഓൾറെഡി ബി മൈനസ് ബി ട്രാൻസ്പോസ് കിട്ടിയിട്ടുണ്ട്. അതിനെ ജസ്റ്റ് ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ബി മൈനസ് ബി ട്രാൻസ്പോസിനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതാണ് നമ്മുടെ ബി മൈനസ് ബി ട്രാൻസ്പോസ്. ഇതിലുള്ള ഓരോ എലമെൻറ്റിനെയും ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സീറോനെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സീറോ തന്നെ. അടുത്ത് -1നെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -1/2. ദെൻ 3നെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3/2. ഇതുപോലെ 1നെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വെറും 1/2. ഇവിടെ 0നെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 തന്നെ. 6നെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3. ഇതുപോലെ -3നെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -3/2. -6നെ ഹാഫ് കൊണ്ട് ചെയ്താൽ -3. അടുത്തത് 0നെ ഹാഫ് കൊണ്ട് ചെയ്താൽ 0 തന്നെ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ക്യൂവും കിട്ടി. അപ്പോൾ ആദ്യം പി എന്ന് പറയുന്ന മെട്രിക്സ് ഓൾറെഡി നമുക്ക് കിട്ടി, ഹാഫ് ഇൻറ്റു ബി പ്ലസ് ബി ട്രാൻസ്പോസ്. അതുപോലെ ഹാഫ് ഇൻറ്റു ബി മൈനസ് ബി ട്രാൻസ്പോസ് ചെയ്തപ്പോൾ ക്യൂ എന്ന് പറഞ്ഞ് കിട്ടി. ഇതിൻ്റെ പ്രത്യേകത നോക്കി, ഇതിൽ ഇവിടെ -1/2, ഇപ്പുറത്ത് വെറും 1/2. ഇവിടെ കിടക്കുന്ന ആളുടെ നെഗറ്റീവാണ് ഈ കിടക്കുന്നത്. അതുപോലെ ഇവിടെ 3/2, ഇവിടെ -3/2, ഇവിടെ 3, ഇവിടെ -3. അതുപോലെ ഡയഗണൽ എൻട്രീസ് ഫുള്ള് 0. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാം ഇറ്റ് ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതി നോക്കുക. അപ്പോൾ ഈ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ നെഗറ്റീവാണ് നമുക്ക് കിട്ടുക. സോ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്നും നമുക്കൊരു സിമെട്രിക് മെട്രിക്സും കിട്ടി, സ്ക്യൂ സിമെട്രിക് മെട്രിക്സും കിട്ടി. ഇനി നമുക്ക് ഈ രണ്ട് മെട്രിക്സും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എ കിട്ടും. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് നമുക്കുള്ള ബി എന്ന് പറയുന്ന മെട്രിക്സ് ഈക്വൽ ടു നമുക്ക് ആദ്യം കിട്ടിയ ഹാഫ് ഇൻറ്റു ബി പ്ലസ് ബി ട്രാൻസ്പോസ്, അതിൻ്റെ ആൻസർ എഴുതാം. 2 -3/2 5/2. അതുപോലെ -3/2 3 1 5/2 1 -3. അങ്ങനെ ആദ്യം കിട്ടിയ സിമെട്രിക് മെട്രിക്സ് പ്ലസ് അടുത്തത് കിട്ടിയ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്, അതായത് 0 1/2 3/2. 1/2 അല്ല, -1/2. അതുപോലെ വെറും 1/2 0 3 -3/2 -3 0. ഈ എഴുതിയിരിക്കുന്നത് സിമെട്രിക് മെട്രിക്സ് ആണ്, ഈ എഴുതിയിരിക്കുന്നത് സ്ക്യൂ സിമെട്രിക് ആണ്. ഇനി നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ നോക്കിക്കോ, ഇത് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ബി കിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കോ. 2 + 0 2 ആണ്. -3/2 + -1/2 -2 ആണ്. 5/2 + 3/2 8/2, അതായത് 4 ആണ്. ഇതുപോലെ ഇവരെ രണ്ടുപേരെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ഈ ബി കിട്ടി. അപ്പോൾ ഫലത്തിൽ ഈ ബി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്ന സ്ക്വയർ മെട്രിക്സിന് നമുക്ക് ഇത്തരത്തിൽ ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെയും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് എഴുതാൻ പറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് തിയറം 2 കറക്റ്റ് ആണെന്ന് നമ്മൾ വെരിഫൈ ചെയ്തു. ഇത് ഏത് സ്ക്വയർ മെട്രിക്സ് ആയിക്കോട്ടെ, 3/3 ആയിക്കോട്ടെ 2/2 ആയിക്കോട്ടെ, ഒക്കത്തിന് നമുക്ക് ഇത്തരത്തിൽ ഒരു സിമെട്രിക്കിൻ്റെയും ഒരു സ്ക്യൂ സിമെട്രിക്കിൻ്റെയും സമ്മായിട്ട് എഴുതാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ എയും ബിയും രണ്ട് സിമെട്രിക് മെട്രിക്സുകളാണെന്ന് വിചാരിക്കുക. എയും ബിയും രണ്ട് സിമെട്രിക് മെട്രിക്സുകളാണ് വിത്ത് സെയിം ഓർഡർ. അങ്ങനെയാണെങ്കിൽ എ ബി മൈനസ് ബി എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിൽ ഇവർ 4 ഓപ്ഷൻസും തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷനിൽ പറയുന്നത് എ ബി മൈനസ് ബി എ ഇസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സെക്കൻഡ് ഓപ്ഷൻ ഇറ്റ് ഇസ് എ സിമെട്രിക് മെട്രിക്സ്. തേർഡ് ഓപ്ഷൻ ഇറ്റ് ഇസ് എ സീറോ മെട്രിക്സ്. ഫോർത്ത് ഓപ്ഷൻ ഐഡൻറ്റിറ്റി മെട്രിക്സ്. അപ്പോൾ നമുക്ക് എ ബി മൈനസ് ബി എയുടെ സവിശേഷത എന്താണെന്ന് അറിയണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് സാധാരണഗതിയിൽ എ ബി മൈനസ് ബി എ എന്നൊക്കെ കാണുമ്പോഴേ വെറുതെ മൾട്ടിപ്ലിക്കേഷൻ മാത്രം മനസ്സിലുള്ളവർ ചിലപ്പോൾ പറയും എ ബിയും ബി എയും ഈക്വൽ അല്ലേ, അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ 0 കിട്ടുന്നൊക്കെ പറയും. പക്ഷെ അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒരിക്കലും കമ്മ്യൂട്ടേറ്റീവ് അല്ല. അതായത് എ ബി എന്ന് പറയുന്നതും ബി എ എന്ന് പറയുന്നതും
ഈക്വൽ അല്ല, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ആൻസർ എഴുതി നേരെ പോയിട്ട് സീറോ മെട്രിക്സിനെ എഴുതരുത്. ഓക്കെ, നമുക്കിതിൻ്റെ ആൻസർ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് എന്താ തന്നേക്കണേന്ന് ആദ്യം നോക്കാം. നമ്മൾ ഏത് ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോഴും നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളിലേക്ക് ആദ്യം കണ്ടുപോകണം. എയും ബിയും സിമെട്രിക് മെട്രിക്സുകളാണ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസറിലേക്ക് കടക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ്. എയും ബിയും സിമെട്രിക് മെട്രിക്സുകളാണ് തന്നേക്കുന്നത്. എപ്പോഴാണ് ഒരു മെട്രിക്സിനെ സിമെട്രിക് എന്ന് പറയുക? എ എന്ന് പറയുന്ന മെട്രിക്സ് സിമെട്രിക് ആണെങ്കിൽ നമ്മൾ പഠിച്ചേക്കുന്നത്, എ എന്ന് പറയുന്ന മെട്രിക്സ് സിമെട്രിക് ആണെങ്കിൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ എന്ന് കിട്ടണം. ഇതുപോലെ ബി എന്ന് പറയുന്ന മെട്രിക്സ് സിമെട്രിക് ആണെങ്കിൽ ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി എന്ന് കിട്ടണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ എയും ബിയും സിമെട്രിക് ആണെന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ അതിൽ നിന്ന് എടുത്ത് എഴുതാം. എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ, ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി. ഇനി ഇയാളുടെ പ്രത്യേകതയാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇത് സിമെട്രിക്കോ സ്ക്യൂ സിമെട്രിക്കോ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് എ ബി മൈനസ് ബി എ ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കുക. ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കുക. നമുക്ക് സിമെട്രിക് ആണോ സ്ക്യൂ സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എ മൈനസ് ബി ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ്. അപ്പോൾ ഇവിടെ ഇതൊരാൾ മൈനസ് ഇത് അടുത്ത ആൾ, ഇവരുടെ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ നമുക്കതിനെ എ ബി ട്രാൻസ്പോസ് മൈനസ് ബി എ ട്രാൻസ്പോസ് എന്ന് എഴുതാം. ഇനി എ ബി ട്രാൻസ്പോസ് ആരാന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഒരു പ്രോപ്പർട്ടി ആയിട്ട് എ ബി ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് നമ്മളൊരു പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അതുപോലെ ബി എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോഴും എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ്, സെയിം പ്രോപ്പർട്ടി. ഇതിലിനി ബി ട്രാൻസ്പോസിൻ്റെ സ്ഥാനത്തെ നമുക്ക് എയും ബിയും സിമെട്രിക് ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി ബി ട്രാൻസ്പോസിൻ്റെ സ്ഥാനത്ത് വെറും ബി എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് ബി ട്രാൻസ്പോസിന് പകരം വെറും ബി എന്നും അതുപോലെ എ ട്രാൻസ്പോസിന് പകരം വെറും എ എന്നും എഴുതാം. മൈനസ് ഇതിനെ നമുക്ക് എ ബി എന്ന് എഴുതാം. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മൈനസ് കോമൺ ആണ്. ഇപ്പോൾ ഈ രണ്ട് ടേമിലും മൈനസ് ഉണ്ടെങ്കിൽ വിചാരിച്ച് ആ മൈനസ് പുറത്തേക്ക് എടുക്കുക. ഈ ടേമുകളിൽ നിന്ന് മൈനസ് പുറത്തേക്ക് എടുത്തു എന്ന് വിചാരിക്കുക. ഞാൻ മുമ്പ് ഈ ചാപ്റ്ററിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഇവിടെ വെറും ബി എ ആണ്. അപ്പോൾ അതായത് പോസിറ്റീവ് ബി എ ആണ്. ഇപ്പോൾ ഒരു പോസിറ്റീവ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൈനസ് ചേരുമ്പോഴാണ് ഒരു പോസിറ്റീവ് വരിക. അപ്പോൾ സത്യത്തിൽ ഇവിടെ മറ്റേ ഇങ്ങനെ രണ്ട് മൈനസ് ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്, സൈലൻ്റ് ആയിട്ട് അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. ആ മൈനസ് ചേർന്നാണ് അവിടെ പ്ലസ് ആയിട്ടുണ്ടാവുക. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരു മൈനസ് ഇങ്ങനെ ഔട്ട് സൈഡ് എടുത്താൽ ഇവിടെ മൈനസ് ബി എ എന്ന് വരും. ഇപ്പുറത്താണെങ്കിൽ മൈനസ് ഔട്ട് സൈഡ് എടുത്തു, പിന്നെ പ്ലസ് എ ബി എന്നാണ് വരിക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതിനെ ഒന്ന് ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ, അതായത് പോസിറ്റീവ് ചിഹ്നമുള്ള ആളെ ആദ്യം എഴുതി കഴിഞ്ഞാൽ നമുക്കിതിനെ മൈനസ് ഓഫ് എ ബി മൈനസ് ബി എ എന്ന് എഴുതാം. ഇപ്പോൾ നോക്കിയേ, നമ്മൾ എ ബി മൈനസ് ബി എയുടെ ട്രാൻസ്പോസ് കണ്ടപ്പോൾ മൈനസ് ഓഫ് എ ബി മൈനസ് ബി എന്ന് കിട്ടി. ഇപ്പോൾ പി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കണ്ടപ്പോൾ മൈനസ് പി എന്ന് കിട്ടിയാൽ അതിൻ്റെ അർത്ഥം പി ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അതുപോലെ ഇവിടെ എ ബി മൈനസ് ബി എയുടെ ട്രാൻസ്പോസ് കണ്ടപ്പോൾ മൈനസ് ഓഫ് എ ബി മൈനസ് ബി എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ നമുക്ക് പറയാം therefore എ ബി മൈനസ് ബി എ ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. നമ്മുടെ സംശയം തീർന്നു, ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ 4 ഓപ്ഷനിൽ ഏതാണ് ശരിയെന്ന് ഇനി പറയാം. നമുക്ക് തന്ന 4 ഓപ്ഷനിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇറ്റ് ഈസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ.